തലശ്ശേരിയിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ UDF ജയിക്കണമെന്ന് UDF സ്ഥാനാർത്ഥി KP സാജു 24 പറഞ്ഞു. തലശ്ശേരി ജയിപ്പിച്ചവർ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്പീക്കറും ഒക്കെ ഉണ്ടെങ്കിലും മണ്ഡലത്തിൽ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് KP സാജു പറയുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പശ്ചാത്തലമുള്ള മണ്ഡലമാണ് തലശ്ശേരി. തലശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി ഷാജു KP നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓട്ടം? എത്രമാത്രം പ്രതീക്ഷകൾ? എങ്ങനെയാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത്? ആദ്യം തന്നെ ഒറ്റ ഉത്തരം പറയാം, ഞങ്ങളിവിടെ ജയിക്കും. ശുഭപ്രതീക്ഷയിലാണ്. വോട്ടർമാരെല്ലാം അനുകൂലമായ പ്രതികരണത്തിലാണുള്ളത്. അതിനുള്ള എല്ലാ സംഗതികളും ഒരുങ്ങിയിട്ടുണ്ട്. എന്താണ് ഇത്രമേൽ വലിയൊരു കോൺഫിഡൻസ്? പ്രത്യേകിച്ചും CPM-ന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്ഥലം, കോടിയേരിയുടെ സ്ഥലം, കോടിയേരി ഇല്ലാത്തതിന് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്താണ് ഇത്രയും വലിയൊരു കോൺഫിഡൻസ്? 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഒരു തവണ മാറ്റി നിർത്തിയാൽ എല്ലാ തവണയും ജയിച്ചിട്ടുള്ളത് ഒരേ പാർട്ടിക്കാരാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളിവിടെ തലശ്ശേരിക്കാർ ജയിപ്പിച്ചയച്ചവരുടെ കൂട്ടത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, സ്പീക്കറായിട്ടുണ്ട്. ഈ ഗവൺമെന്റിലെ വളരെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അതിനനുസരിച്ചുള്ള ഒരു വികസനമോ മാറ്റമോ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ SDPI ഇവിടെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട്. SDPI ഈ മണ്ഡലത്തിൽ ഒരു വോട്ടർ ബാങ്കാണോ, ഒരു വോട്ടുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ UDF കാണുന്നത്? UDF-ന് അതിൽ ബേജാറില്ല. കാരണം SDPI എന്തായാലും സാധാരണഗതിയിൽ UDF-ന് വോട്ട് ചെയ്യാറില്ലല്ലോ. അവരും LDF-ഉം തമ്മിൽ ധാരണ എത്തി എന്നല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പം നമുക്കതിൽ വേറെ തരത്തിലുള്ള ഒരു പ്രയാസങ്ങളും ഇപ്പോൾ ഉണ്ടാവില്ല. ഈ ജമാഅത്ത് ഇസ്ലാമി നേരത്തെ ഇവിടെ സ്ക്വാഡ് വർക്ക് നടത്തിയിരുന്നു, പാർലമെന്റ് ഇലക്ഷനിൽ ഉൾപ്പെടെ. അത് എത്രമാത്രം അനുകൂലമായി ഈ പ്രാവശ്യം UDF-ന് വരും? അതായത് ഈ നാട്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുള്ള എല്ലാ ആളുകളും, അതിൽ കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാ ആളുകളും UDF-ന് അനുകൂലമായിട്ടുണ്ടാകും. ആര് വോട്ട് തന്നാലും അത് സ്വീകരിക്കുകയും ചെയ്യും. എൻ്റെ ഈ വോട്ടർമാരോട് ഞാൻ പറയുന്നത്, എനിക്കൊറ്റ മുഖമേ ഉള്ളൂ. ആ മുഖമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. ചിരിച്ചുകൊണ്ട് നിങ്ങളോട് രാഷ്ട്രീയം പറയുകയും എന്തെങ്കിലും ശത്രുതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇരുട്ടിൻ്റെ മറവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൻ്റെ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് തലശ്ശേരിക്കാർ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു വോട്ട് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി തലശ്ശേരിയിൽ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം തലശ്ശേരിയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.